കാക്കനാട് സെന്റ് ഫ്രാൻസിസ് അസീസി ഇടവകയുടെ വിശ്വാസപരിശീലന പ്രവർത്തന റിപ്പോർട്ട് 2024-25. ബഹുമാനപ്പെട്ട വികാരി ആന്റണി മാങ്കുറിയിലച്ചന്റെ നേതൃത്വത്തിൽ ഹെഡ് മാസ്റ്റർ ബിനു സാറിന്റെയും 40 മുഴുവൻ സമയ അധ്യാപകരുടെയും 10 സബ്സ്റ്റിറ്റ്യൂട്ട് അധ്യാപകരുടെയും സഹകരണത്തോടെ 1 മുതൽ 12 വരെയുള്ള ക്ലാസുകളിലായി മലയാളവും ഇംഗ്ലീഷ് മീഡിയവും ചേർത്ത് 800 കുട്ടികളാണ് വിശ്വാസ പരിശീലനം നേടിയത്. കുട്ടികൾക്ക് വിശ്വാസപരിശീലനം നൽകേണ്ടത് എപ്പോഴും തിരുസഭയുടെ പ്രബോധനങ്ങൾക്ക് അനുസൃതമായിരിക്കണം. ബഹുമാനപ്പെട്ട ആന്റണി മാങ്കുറിയിലച്ചന്റെ നേതൃത്വത്തിൽ പരിശുദ്ധ മാർപ്പാപ്പയെയും തിരുസഭയെയും അനുസരിക്കുന്ന വിശ്വാസപരിശീലകരാണ് കാക്കനാട് ഇടവകയിലെ വിശ്വാസപരിശീലനത്തിന് കൂടുതൽ ശക്തി പകരുന്നത്. വികാരിയച്ചന്റെ നേതൃത്വത്തിൽ പുതുതായി രൂപീകരിച്ച വിശ്വാസപരിശീലന വിഭാഗത്തിൽ 23 പുതിയ അധ്യാപകരും നിലവിലുള്ള 17 അധ്യാപകരും ഉണ്ടായിരുന്നു. പുതിയ വിശ്വാസപരിശീലന അധ്യയന വർഷത്തിന്റെ വിജയത്തിനായി മെയ് 26 എല്ലാ അധ്യാപകരും ചേർന്ന് പ്രാർത്ഥനാ കൂട്ടായ്മ നടത്തി. ജൂൺ 2 9:30 കുർബാനയോടുകൂടി 2 മുതൽ 12 വരെയുള്ള ക്ലാസുകളുടെ പ്രവേശനോത്സവം നടത്തുകയുണ്ടായി. കുട്ടികളെ പ്രാർത്ഥനയിൽ വളർത്തുവാനും സ്വയം പ്രാർത്ഥനയിൽ കൂടുതൽ ആഴപ്പെടുവാനും തീരുമാനമെടുത്തുകൊണ്ട് എല്ലാ വിശ്വാസപരിശീലകരും കുർബാന മധ്യേ സത്യപ്രതിജ്ഞ ചൊല്ലി ചുമതലയേറ്റു. കഴിഞ്ഞ വർഷം സ്കോളർഷിപ്പ് കിട്ടിയ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. 1ാം ക്ലാസുകാരുടെ പ്രവേശനോത്സവം ജൂലൈ 7 9:30 കുർബാനയോടുകൂടി നടത്തുകയുണ്ടായി. 1ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളും അവരുടെ മാതാപിതാക്കളും കുർബാനയിലെ കാഴ്ചയർപ്പണത്തിന് നേതൃത്വം നൽകി. കാക്കനാട് ദേവാലയത്തിന്റെ സ്ഥലപരിമിതി കണക്കിലെടുത്തു 2 വിഭാഗങ്ങളിലായിട്ടാണ് വിശ്വാസപരിശീലന ക്ലാസുകൾ നടന്നത്. 7 മുതൽ 12 വരെയുള്ള കുട്ടികളുടെ ക്ലാസുകൾ 7 മണിയുടെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടത്തപ്പെട്ടു. ക്ലാസുകൾ 8:30 ആരംഭിക്കുകയും 9:15 അവസാനിക്കുകയും ചെയ്തിരുന്നു. 1 മുതൽ 6 വരെ ഉള്ള കുട്ടികളുടെ ക്ലാസുകൾ 9:30 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടത്തപ്പെട്ടു. 11 മണിയോടെ ക്ലാസുകൾ ആരംഭിക്കുകയും 11:45 അവസാനിക്കുകയും ചെയ്തിരുന്നു. 2 വിഭാഗങ്ങളിലും വിശുദ്ധ കുർബാനയ്ക്ക് ഓരോ ആഴ്ചയും ഓരോ ക്ലാസ്സിലെ കുട്ടികൾ നേതൃത്വം നൽകി. അതാത് ക്ലാസ്സിലെ കുട്ടികളും അവരുടെ മാതാപിതാക്കളും അന്നത്തെ കുർബാനയുടെ കാഴ്ചയർപ്പണം നടത്തുക പതിവായിരുന്നു. കുർബാനയ്ക്ക് ശേഷം അസംബ്ലി പള്ളിയിൽ വെച്ച് തന്നെ അതാത് ക്ലാസ്സിലെ കുട്ടികളുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടു. വിദ്യാർത്ഥികളുടെ പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന അസംബ്ലിയിൽ അന്നത്തെ ദൈവവചനം ഏറ്റുപറയുകയും അന്നത്തെ തിരുവചന ഭാഗത്തെക്കുറിച്ചോ ആ ആഴ്ചയിലെ തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധരെക്കുറിച്ചോ ചോദ്യങ്ങൾ ചോദിക്കുകയും കുട്ടികൾക്ക് ചെറിയ സമ്മാനങ്ങൾ നൽകി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു. എല്ലാ ഞായറാഴ്ചകളിലും ഓരോ ക്ലാസ്സിലെ കുട്ടികൾക്ക് വേദപാഠ ക്ലാസുകളുടെ സമയം തന്നെ കുമ്പസാരിക്കാൻ അവസരം ഒരുക്കിയിരുന്നു. ഇതിനായി CMI സഭയിൽ നിന്നും വൈദികർ ഞായറാഴ്ച ദിവസം ഇവിടെ എത്തിച്ചേർന്നിരുന്നു. ഇടവക തലത്തിൽ ലോഗോസ് ക്വിസ് രജിസ്ട്രേഷൻ നേതൃത്വം നൽകിയത് വിശ്വാസപരിശീലന വിഭാഗമാണ്. ഇടവകയുടെ ചരിത്രത്തിൽ ആദ്യമായി 280ഓളം രജിസ്ട്രേഷനുകൾ ലഭിച്ചു. അതിൽ 180ഓളം പേർ കുട്ടികൾ ആയിരുന്നു. ലോഗോസ് ക്വിസിൽ നമ്മുടെ ഇടവകയിൽ നിന്നും അതിരൂപതാ തലത്തിൽ 2 റാങ്കുകൾ ലഭിക്കുകയുണ്ടായി. കുട്ടികളുടെ എ വിഭാഗത്തിൽ പോൾ വിജയ് 5ാം റാങ്കും മുതിർന്നവരുടെ സി വിഭാഗത്തിൽ വിശ്വാസപരിശീലന അധ്യാപിക കൂടിയായ നിഫി ജി പോൾ 4ാം റാങ്കും കരസ്ഥമാക്കി. നമ്മുടെ അതിരൂപതയിൽ ഏറ്റവും കൂടുതൽ കുടുംബങ്ങളെ പങ്കെടുപ്പിച്ച വിഭാഗത്തിൽ കാക്കനാട് ഇടവകക്ക് 2ാം സ്ഥാനം ലഭിച്ചു. ബഹുമാനപ്പെട്ട വികാരിയച്ചൻ വാഗ്ദാനം ചെയ്തതനുസരിച്ച് റാങ്ക് കരസ്ഥമാക്കിയവർക്ക് 3000 രൂപ ക്യാഷ് അവാർഡും 50ൽ കൂടുതൽ മാർക്ക് നേടിയ കുട്ടികൾക്ക് പ്രത്യേക സമ്മാനങ്ങളും നൽകി. ജൂലൈ 28-ാം തീയതി വിശുദ്ധ അൽഫോൻസാമ്മയുടെയും പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കളായ ജോഹാക്കിമിന്റെയും അന്നയുടെയും തിരുനാളുകൾ ആഘോഷിച്ചു. ഗ്രാൻഡ് പേരൻസിനോടുള്ള കുട്ടികളുടെ സ്നേഹം പ്രകടിപ്പിക്കുവാൻ ക്ലാസ് തലത്തിൽ വിവിധ പ്രവർത്തനങ്ങൾ നടത്തി. വയനാട് ദുരിതബാധിത മേഖലകളെ സഹായിക്കുവാനായി നമ്മുടെ ഇടവകയിൽ നിന്നും പണം സമാഹരിക്കുകയുണ്ടായി. അതിൽ വിശ്വാസപരിശീലന കുട്ടികളുടെ വകയായി 1,10,000 രൂപ കൊടുക്കുവാൻ സാധിച്ചു. 5ഉം 6ഉം 7ഉം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി ഒരു പുതിയ പ്രോഗ്രാം ജീസസ് കിഡ്സ് വിശ്വാസപരിശീലന വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു. അതിന്റെ ആദ്യത്തെ മീറ്റിംഗ് ഓഗസ്റ്റ് 10 നടന്നു. കുട്ടികളെ ഈശോയിലേക്ക് അടുപ്പിക്കുക, കൗദാശിക ജീവിതത്തിൽ ആഴപ്പെടുത്തുക എന്നിവയാണ് ജീസസ് കിഡ്സ് പ്രോഗ്രാം ലക്ഷ്യം വെക്കുന്നത്. 1 മണിക്കൂർ ക്ലാസും അതേ തുടർന്നു ദിവ്യകാരുണ്യ ആരാധനയും നടത്തപ്പെട്ടു. ജീസസ് യൂത്ത് ഇൻഫോപാർക്ക് ടീം കുട്ടികളുടെ ആരാധനയ്ക്ക് നേതൃത്വം നൽകി. ആദ്യ മീറ്റിംഗിൽ 300ഓളം കുട്ടികൾ പങ്കെടുത്തു. മുതിർന്ന ക്ലാസ്സിലെ കുട്ടികൾക്ക് വിശ്വാസ പരിശീലക കൂടിയായ ഡോക്ടർ ടിനു ലൈംഗിക അവബോധന ക്ലാസ് എടുക്കുകയുണ്ടായി. ആ ക്ലാസ്
കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമായിരുന്നു. സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് വിശ്വാസ് പരിശീലന വിഭാഗം നേതൃത്വം നൽകി. മാതാവിന്റെ ജനന തിരുനാളിനോട് അനുബന്ധിച്ച് 8 ദിവസവും 125 നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുന്ന കുട്ടികൾക്ക് ബഹുമാനപ്പെട്ട വികാരിയച്ചൻ പ്രത്യേകം സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്തു. 50ഓളം കുട്ടികൾ ഇതിൽ പങ്കെടുക്കുകയും സമ്മാനങ്ങൾ നേടുകയും ചെയ്തു. കുട്ടികളുടെ മാതാപിതാക്കൾക്കായി പാരന്റ്സ് ഓറിയന്റേഷൻ സെഷൻ സെപ്റ്റംബർ മാസം നടത്തുകയുണ്ടായി. ബഹുമാനപ്പെട്ട ഡോക്ടർ റോയ് ജോസഫ് കടുപ്പിൽ അച്ഛൻ, ഡയറക്ടർ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഈസ്റ്റേൺ കാനോൻ ലോ, വടവാതൂർ, ആനുകാലിക വിഷയങ്ങളും കുട്ടികളെ എങ്ങനെ വളർത്താം എന്നതിനെപ്പറ്റി ക്ലാസുകൾ എടുത്തു. അന്നേ ദിവസം തന്നെ പാരന്റ്സ് ടീച്ചേഴ്സ് മീറ്റിംഗ് നടത്തുകയും മാതാപിതാക്കളുടെ പ്രതിനിധികളെ തിരഞ്ഞെടുത്തുകൊണ്ട് കാറ്റക്കിസം പാരന്റ്സ് കൗൺസിൽ രൂപീകരിക്കുകയുണ്ടായി. ഒക്ടോബർ മാസം 27 വൈകിട്ട് 7 മണിക്ക് പാരിഷ് ഹാളിൽ വെച്ച് സുവിശേഷവൽക്കരണത്തിന്റെ ഭാഗമായി ലോഗോസ് ഫിലിംസ് നിർമ്മിച്ച ദ ഹോപ്പ് എന്ന സിനിമയുടെ പ്രദർശനം വിശ്വാസ് പരിശീലന വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ക്രമീകരിച്ചു. നമ്മുടെ ദേവാലയത്തിൽ 10 ദിവസത്തെ കൊന്ത നമസ്കാരം ഒക്ടോബർ മാസം നടത്തി. എല്ലാ കുട്ടികളെയും ഇതിൽ പങ്കെടുക്കുവാൻ ബഹുമാനപ്പെട്ട വികാരിയച്ചനും അധ്യാപകരും പ്രോത്സാഹിപ്പിച്ചു. 10 ദിവസവും മുടങ്ങാതെ പങ്കെടുത്ത കുട്ടികൾക്ക് ബഹുമാനപ്പെട്ട വികാരിയച്ചൻ സമ്മാനങ്ങൾ നൽകി. ഓരോ ദിവസവും ഓരോ കുട്ടികൾ പരിശുദ്ധ അമ്മയെക്കുറിച്ചും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളെക്കുറിച്ചും പഠിച്ച് കൊന്തനമസ്കാരത്തിനു ശേഷം മറ്റുള്ളവരുമായി പങ്കുവച്ചു. ആളുകൾക്ക് പുതിയ അറിവ് പകരുവാനും ജപമാല ഭക്തിയിൽ ആഴപ്പെടുവാനും ഈ ഉദ്യമം സഹായിച്ചു. വിശുദ്ധ ചാൾസ് ബോറോമിയോയുടെ തിരുനാൾ നവംബർ 10 ഞായറാഴ്ച വിശ്വാസ പരിശീലകരുടെ ദിനമായി ആചരിച്ചു. അന്നേ ദിവസം വിശ്വാസ പരിശീലകരാണ് പരിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം കൊടുത്തത്. കുട്ടികൾ അധ്യാപകർക്ക് ആശംസകൾ അറിയിക്കുകയും അവർക്കുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. നവംബർ 3 4 മുതൽ 12 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികളുടെ പരീക്ഷ നടത്തുകയുണ്ടായി. കുട്ടികൾ വേദപാഠ പരീക്ഷയ്ക്കു വേണ്ടി ഒരുങ്ങുവാൻ അധ്യാപകർ എല്ലാത്തരത്തിലുമുള്ള പ്രോത്സാഹനം നൽകി. ഏറ്റവും സന്തോഷകരമായ കാര്യം 1ാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് നമ്മുടെ 104 കുട്ടികൾ സ്കോളർഷിപ്പ് തിരഞ്ഞെടുപ്പിൽ യോഗ്യത നേടി എന്നുള്ളതാണ്. നവംബർ 17 കിഴക്കമ്പലം ഫൊറോനയിൽ നിന്നും പ്രൊമോട്ടേഴ്സ് സെന്റ് ഫ്രാൻസിസ് അസീസി ചർച്ചിൽ വരികയും കുട്ടികളെ നേരിൽ കാണുകയും ഇടവകയുടെ വിശ്വാസ് പരിശീലന പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. പ്രൊമോട്ടേഴ്സിന്റെ മുൻപിൽ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ടീച്ചേഴ്സുമായി ഇന്ററാക്റ്റീവ് സെഷൻ നടത്തപ്പെടുകയും ചെയ്തു. നവംബർ മാസം ഇടവകയിൽ പുതിയ കൊച്ചച്ഛനായി ചാർജ് എടുത്ത ബഹുമാനപ്പെട്ട ആൽവിൻ കീർത്തറ അച്ഛനെ വിശ്വാസ് പരിശീലന വിഭാഗം ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. വിശ്വാസ് പരിശീലന ക്ലാസുകളിൽ സ്ഥിരമായി സന്ദർശിക്കുകയും കുട്ടികളുമായി സംഭാഷണം നടത്തുകയും ചെയ്തിരുന്ന കൊച്ചച്ഛൻ വിശ്വാസ് പരിശീലന വിഭാഗത്തിന് ഒരു മുതൽക്കൂട്ടായിരുന്നു. ക്രിസ്മസിനായുള്ള കുട്ടികളുടെ ഒരുക്കം കൂടുതൽ മനോഹരമാക്കുവാൻ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. 25 ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകുകയും അച്ഛന്മാരോടും അധ്യാപകരോടും ഒപ്പം അവർക്ക് അത്താഴവിരുന്ന് നൽകുകയും ചെയ്തു. ദിവസവും ഓരോ ക്ലാസ്സിലെ കുട്ടികൾ ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഓരോ ടോപ്പിക്ക് എടുത്ത് റീൽ ഉണ്ടാക്കി അത് ക്ലാസ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുകയും അധ്യാപകരും കുട്ടികളും വാട്സാപ്പ് സ്റ്റാറ്റസ് ആയി അത് മറ്റുള്ളവരിൽ എത്തിക്കുകയും ചെയ്തു. ഇതുവഴി കുട്ടികൾക്ക് ക്രിസ്മസിന്റെ സന്ദേശം എല്ലാവരിലും എത്തിക്കുവാൻ കഴിഞ്ഞു. ബഹുമാനപ്പെട്ട കൊച്ചച്ഛന്റെ നിർദ്ദേശപ്രകാരം വ്യത്യസ്തമായി ഓരോ കുട്ടിയും നമ്മുടെ ചുറ്റുമുള്ള അനാഥാലയങ്ങളിലെയും ആശ്രയകേന്ദ്രങ്ങളിലെയുമുള്ള അന്തേവാസികളെ ക്രിസ്മസ് ഫ്രണ്ട് ആയി തിരഞ്ഞെടുക്കുകയുണ്ടായി. കുട്ടികൾ സമ്മാനങ്ങൾ കൊണ്ടുവരികയും അത് സമാഹരിച്ചു കുസുമഗിരി, കരുണാലയം, ഹോം ഓഫ് ഫൈദ്, ആശാഭവൻ എന്നിവിടങ്ങളിൽ എത്തിക്കുകയും ചെയ്തു. ജനുവരി മാസം 10, 11, 12 ക്ലാസുകളിലെ കുട്ടികളുടെ എക്സാം ഫൊറോനയിൽ നിന്നും ലഭിച്ച നിർദ്ദേശപ്രകാരം വളരെ മനോഹരമായി നടത്തുവാൻ സാധിച്ചു. 1 മുതൽ 9 വരെയുള്ള കുട്ടികളുടെ എക്സാം ഫെബ്രുവരി മാസം നടത്തപ്പെട്ടു. കുട്ടികൾക്ക് അവധിക്കാലത്ത് കോട്ടയം ക്രിസ്റ്റീൻ ടീമിന്റെ ധ്യാനം നടത്തുകയുണ്ടായി. എല്ലാ കുട്ടികളും അതിൽ പങ്കെടുക്കുകയും അത് അവരുടെ ആത്മീയ വളർച്ചയിൽ സഹായകമാകുകയും ചെയ്തു. ഇടവകയിലെ 2024-25 വിശ്വാസ് പരിശീലന വർഷത്തിന് നേതൃത്വവും എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകിയ ബഹുമാനപ്പെട്ട വികാരി ആന്റണി മാങ്കുറിയിലച്ചനും സഹവികാരിയായി ഇക്കാലയളവിൽ പ്രവർത്തിച്ച ആൽവിൻ കീർത്തറച്ചനും വിശ്വാസ് പരിശീലനത്തിനു എല്ലാവിധ മാർഗനിർദ്ദേശങ്ങൾ നൽകിയ പ്രധാന അധ്യാപകൻ ബിനുസാറിനും അസിസ്റ്റന്റ് പ്രധാനാധ്യാപികമാർ ആയിരുന്ന സിസ്റ്റർ ലൂസിക്കും മേരിക്കുട്ടി ടീച്ചറിനും ലൂസി ടീച്ചറിനും സേവന സന്നദ്ധതയോടും ത്യാഗമനോഭാവത്തോടും നിസ്വാർത്ഥമായി സേവനം ചെയ്ത എല്ലാ അധ്യാപകർക്കും അനധ്യാപകർക്കും എല്ലാവിധ പിന്തുണയും സഹകരണവും നൽകിയ
പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എല്ലാത്തിനും ഉപരിയായി കഴിഞ്ഞ വർഷം ഏറ്റവും മനോഹരവും അനുഗ്രഹീതവും ആക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തിയ സർവാധിപനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സ്നേഹപൂർവ്വം ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നു എന്ന് സെക്രട്ടറി ജെയ്സൺ ജോയ്, കാറ്റക്കിസം ഡിപ്പാർട്ട്മെന്റ്, സെന്റ് ഫ്രാൻസിസ് അസിസി ചർച്ച്, കാക്കനാട്.